നമസ്കാരം. ട്രംപ് മയങ്ങി വീണു. മയങ്ങി വീണു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മൂക്കും കുത്തി തലയും കുത്തി വീണു. ട്രംപിനെ മയക്കുവെടി വെച്ചാലും വീഴില്ല. പക്ഷേ ഒന്ന് പുകഴ്ത്തിയാൽ പിന്നെ ആനവെടി വെച്ചതുപോലെ ട്രംപ് വീണു പോകും. പാകിസ്ഥാൻ അടക്കം പല രാജ്യങ്ങളും കുറച്ചു നാളായി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ പാദസേവ ചെയ്യാനും ട്രംപിനെ പുകഴ്ത്താനും തയ്യാറുണ്ടോ? ട്രംപ് കൂടെയുണ്ട്. എന്നാൽ അങ്ങനെ കിട്ടുന്ന യാതൊരു ഔദാര്യവും ഇന്ത്യക്ക് ആവശ്യമില്ല. ഒരാളെ പ്രായവും സ്ഥാനവും ഒക്കെ നോക്കി ബഹുമാനിക്കാനും പുകഴ്ത്താനും ഒന്നും മടിയുള്ളവരല്ല ഇന്ത്യക്കാർ. എന്നാൽ അതിനൊക്കെ ഒരു നേരും നെറിയുമില്ല. പക്ഷെ പാകിസ്ഥാനികൾക്ക് എന്ത് നേരും നെറിയും? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രംപിനെ പുകഴ്ത്തുമ്പോൾ എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ പിറക്കി തിന്ന വിശപ്പ് മാറ്റാൻ പാക്കികൾക്ക് ഒരു മടിയുമില്ല, ഉളുപ്പുമില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സമാധാന കരാറിന് മധ്യസ്ഥത വഹിച്ചുവെന്ന തന്റെ അവകാശവാദം ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. യുദ്ധം തുടരാൻ അനുവദിക്കാത്തതിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതിന് പാക് സൈനിക മേധാവി തന്നെ അഭിനന്ദിച്ചതായും ട്രംപ് പറഞ്ഞു. പാക് ഭരണകൂട നേതൃത്വവുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അസിം മുനീർ തന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതെന്നും ട്രംപ് വ്യക്തമാക്കി. പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായ ഫീൽഡ് മാർഷലിനൊപ്പം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൗസിൽ എത്തിയിരുന്നു. ഫീൽഡ് മാർഷൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളോട് ട്രംപ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു എന്നും കാരണം എന്തെന്നാൽ അദ്ദേഹം യുദ്ധം തുടരുന്നത് തടഞ്ഞു എന്നും പറഞ്ഞു. ആ യുദ്ധം വളരെ മോശമാകുമായിരുന്നു എന്നും തനിക്ക് അതിൽ വളരെ അഭിമാനം തോന്നി എന്നും പറഞ്ഞ ട്രംപ് അദ്ദേഹം അത് പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടു എന്നും കൂട്ടിച്ചേർത്തു. വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽഡ് ട്രംപ് പറഞ്ഞ സംഭവത്തിന് സാക്ഷിയായിരുന്നു എന്നും ഏറ്റവും മനോഹരമായ കാര്യമാണ് സംഭവിച്ചത് എന്ന് അവർ പറഞ്ഞു എന്നും പറഞ്ഞ ട്രംപ് ഈ പ്രവൃത്തിയിലൂടെ താൻ ഒരുപാട് പേരെ രക്ഷിച്ചു എന്നും കോണ്ടിക്കോയിൽ സൈനിക മേധാവികളോട് സംസാരിക്കവേ ആവർത്തിച്ചു. 7 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായും അദ്ദേഹം പിന്നെയും കൂട്ടിച്ചേർത്തു. എന്നാൽ ഏത് രാജ്യത്തിന്റെ വിമാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. വൈറ്റ് ഹൗസിൽ ചെലവഴിച്ച 9 മാസത്തിനുള്ളിൽ തന്റെ ഭരണകൂടം 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അവയിൽ ഏറ്റവും വലുത് അഥവാ ഗാസ യുദ്ധം കഴിഞ്ഞ ദിവസം പരിഹരിച്ചിട്ടുണ്ടാകണം എന്ന് പറഞ്ഞ ട്രംപ് പാകിസ്ഥാനും ഇന്ത്യയും വലിയ രാജ്യങ്ങളാണ് എന്നും 2 ആണവ ശക്തികളാണ് എന്നും ആവർത്തിച്ചു. താൻ അത് പരിഹരിച്ചു എന്നും താൻ നിർദ്ദേശിച്ച ഗാസ സമാധാന കരാറിനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തന്റെ ഇടപെടലാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് അവകാശപ്പെട്ട് ട്രംപ് വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു. എന്നാൽ പാക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വിഷയത്തിൽ നേരിട്ടുള്ള ചർച്ചകൾക്കായി ഇന്ത്യൻ പ്രതിനിധിയെ സമീപിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ അത് പാകിസ്ഥാനും സമ്മതിക്കേണ്ടി വന്നതാണ്. എന്നാൽ ട്രംപിനെ കണ്ടപ്പോൾ പാകിസ്ഥാൻ വീണ്ടും കളം മറിച്ചവിട്ടി. ട്രംപിന്റെ അവകാശവാദത്തെ പാകിസ്ഥാൻ ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് അത് അംഗീകരിക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ പ്രതിസന്ധി ഘട്ടത്തിലെ നിർണായകമായ നയതന്ത്ര ഇടപെടലിനും നേതൃത്വത്തിനും അംഗീകാരമായി 2026 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ ഇഷ്ടം കൂടി എന്തെങ്കിലുമൊക്കെ ചുളുവിൽ അടിച്ചെടുക്കാമെന്ന് പാകിസ്ഥാനും ചിരിച്ചു മയങ്ങി നിന്നാൽ പുകഴ്ത്തൽ കേട്ട് സുഖിക്കാമെന്ന് ട്രംപിനും ഒരു വ്യാമോഹം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാക്കയുടെ വിശപ്പും പശുവിന്റെ കടിയും മാറ്റാനുള്ള ഒരു പരസ്പര സഹകരണത്തോടെയുള്ള പരിപാടിയെന്ന് സാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച